അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, സച്ചി ഇപ്പം എങ്ങനെ അറിയാൻ പോകാനാ ഞങ്ങൾക്ക് 50 ലക്ഷം കിട്ടിയ കാര്യം. എന്തായാലും സച്ചിയോട് പറയാം, തെളിവ് കൊണ്ടുവരാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ നീ പോയി തെളിവ് കൊണ്ടുപോയ സച്ചി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സച്ചി നീലിമ വിളിക്കുന്നുണ്ട്. നീലിമ വരുന്ന സമയത്ത് നമ്മളെ ചന്ദ്ര പറയുന്നുണ്ട്, ഓഹോ നീയല്ലടി എൻ്റെ മകനെ പറ്റിച്ചിട്ട് പോയേ, 50 ലക്ഷം തട്ടിക്കൊണ്ട് പോയേ, ഇങ്ങോട്ട് തിരിച്ച് താടി, നിന്നെ ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ നീലിമ പറയുന്നുണ്ട്, ഞാൻ അപ്പോൾ എന്തിനാ അത് ചെയ്തെന്ന് ഞാൻ അപ്പോൾ നിങ്ങളോട് പറയുന്നില്ല, ഞാൻ 50 ലക്ഷം കൊണ്ടുപോയത് സത്യം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെ ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, എൻ്റെ താടിയെ ഞങ്ങളുടെ 50 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്തെ വേഗം പോലീസുകാരനെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയോട് നീലിമ പറയുന്നുണ്ട്, പോലീസുകാരനൊക്കെ വിളിക്കാൻ വരട്ടെ, ഞാൻ 50 ലക്ഷം പലിശ സഹിതം നിങ്ങളുടെ മകന് തിരിച്ചു കൊടുത്തിട്ടു എന്ന് പറയുന്നുണ്ട്. അവളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് വേഗം പോയി സുധിയുടെ കോളർ പിടിക്കുന്നുണ്ട്, ടീഷർട്ടിൻ്റെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ സത്യം പറ, നിനക്ക് പൈസ കിട്ടിയില്ലേ, നീ എന്നെ എത്ര കാലം ചതിക്കുകയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധി പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഐഡിയ പറഞ്ഞു തന്നത് ശ്രുതിയാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് ചന്ദ്ര 4 എണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയെ വെളിയിൽ കൊണ്ടുപോയിട്ട് തള്ളുണ്ട്, വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി ഉന്തിയിടുന്നുണ്ട്. എന്തായാലും നമ്മുടെ രവി ആലോചിക്കുന്നുണ്ട്, എന്താ നമ്മുടെ മക്കൾ ഇങ്ങനെ ആയത്, സുധി ഇങ്ങനെ ആയത്, സുധി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരോടും ഒന്നും പറയാതെ എങ്ങനെ അവന് നടക്കാൻ കഴിഞ്ഞു എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.